പാർലമെന്റിൽ നിർണായക ബില്ലുകൾ എത്തുമ്പോൾ രാഹുൽ ഗാന്ധി ജർമ്മനിയിൽ. BMW ബൈക്ക് കൊടുക്കുന്ന രാഹുലിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നു. തൊഴിലുറപ്പ് ബില്ലടക്കം പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോഴാണ് രാഹുലിന്റെ ആഘോഷം. സ്വാതി ചേരുകയാണ്. സ്വാതി, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഈ പരാതി ഉയരുന്നത് ഇന്നലെയോ അല്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിച്ചു തുടങ്ങുന്ന കാലം മുതൽ തന്നെ ഈ പരാതിയും ആരോപണവും ഉയരുന്നതാണ്. അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സൈഡ് ബിസിനസ് മാത്രമാണ് എന്ന ആ ഒരു ആക്ഷേപം അതേപോലെ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ വിവാദം. സ്വാതി. ഷമി, തീർച്ചയായും കുറേ നിർണായക ഘട്ടങ്ങളിൽ, പാർലമെന്റിന്റെ നിർണായക ഘട്ടങ്ങളിലൊക്കെ തന്നെയും രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ പാർലമെന്റിൽ പങ്കെടുക്കാതെ മറ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അത് ആദ്യമായി ഉണ്ടാകുന്ന സംഭവമല്ല. ഇപ്പോൾ പാർലമെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബില്ല്, പ്രത്യേകിച്ചും ഗ്രാമീണ ജനതയൊക്കെയും കാര്യമായി ബാധിക്കുന്ന, സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ തന്നെ അട്ടിമറിച്ചുകൊണ്ടുള്ളൊരു ബില്ല് പുതുതായി പാർലമെന്റിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ രാത്രി ഏകദേശം 1 മണിക്ക് ശേഷവും ചർച്ചകളൊക്കെയും തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ലോക്സഭയിൽ. ഈ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തെ നയിക്കേണ്ട, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയർത്തേണ്ട, അതിനൊക്കെയും മുൻപന്തിയിൽ നിൽക്കേണ്ട പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്നെയും രാഹുൽ ഗാന്ധി ഇതിൽ നിൽക്കേണ്ട ആളാണ്. എന്നാൽ ആ വ്യക്തിയാണ് ഇപ്പോൾ ഈ ബില്ലുകളൊന്നും തന്നെ, അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന ഈ ജനകീയമായ പ്രശ്നങ്ങളിൽ നിന്നൊക്കെയും ഒളിച്ചോടിക്കൊണ്ട് ഈ ജനങ്ങളുടെ ശബ്ദം പാർലമെന്റിൽ ഉയർത്താതെ മറ്റ് കാര്യങ്ങളിലേക്ക് ചെലവഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നത് ജർമ്മനിയിൽ അദ്ദേഹം BMW പ്ലാന്റിന്റെ അവിടെ നിന്നുകൊണ്ട് ഒരു ആഡംബര ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പാർലമെന്റിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം തന്നെയും വിപ്പ് നൽകിയ സാഹചര്യമുണ്ട്. ഈ വിപ്പ് ഒക്കെയും മാനിക്കാതെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് രാഹുൽ ഗാന്ധി പോയിട്ടുള്ളത്. ഈ പ്രതിപക്ഷത്തിനുള്ളിൽ പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കളൊക്കെയും കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. 3 ദിവസം നിർബന്ധമായും കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും തന്നെയും പാർലമെന്റിൽ ഉണ്ടാകണമെന്ന വിപ്പ് ലംഘിച്ചുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലൊരു യാത്രയിലേക്ക്, അല്ലെങ്കിൽ പാർലമെന്റിൽ നിന്നും പങ്കെടുക്കാതെ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ശനിയാഴ്ച വരെയാണ് രാഹുൽ ഗാന്ധി ജർമ്മനിയിൽ ഉണ്ടാവുക എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ബീഹാറിന്റെ ഇലക്ഷന് പിന്നാലെ ഒരു വോട്ട് ചോരി യാത്രയൊക്കെ നടത്തിയതിന് ശേഷം ആ പ്രചരണത്തിൽ പോലും രാഹുൽ ഗാന്ധി പങ്കെടുത്തിരുന്നില്ല. പിന്നീട് മാറി നിന്നുകൊണ്ട് ഒരു അലസ മട്ടിലായിരുന്നു രാഹുൽ ഗാന്ധി ആ കാര്യങ്ങളൊക്കെയും കണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ വിമർശനങ്ങൾ ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്ന സാഹചര്യമുണ്ട്. അപ്പോഴാണ് ഇത്രയും സുപ്രധാന ബിൽ പാർലമെന്റിൽ വരുമ്പോൾ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്നുള്ളത് പ്രതിപക്ഷത്തിനിടയിൽ തന്നെ, പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെയും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്കും അമർഷത്തിനും കാരണമായിട്ടുണ്ട്. പലരും അത് പബ്ലിക്കായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ കുറേ നാളുകൾക്കുള്ളിൽ ഏകദേശം 6ഓളം വിദേശ യാത്രകളാണ് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത്. അത് ഇപ്പോൾ ചർച്ചയാക്കുന്നതിന്റെ കാരണം, അതായത് വ്യക്തിപരമായി അദ്ദേഹത്തിന് വിദേശയാത്ര നടത്താം, അതിലൊന്നും തന്നെയും തടസ്സമില്ല. പക്ഷേ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തേണ്ട ഘട്ടത്തിൽ ഏറ്റവും ഇതിന്റെ ഒരു മുഖമായി നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കാണിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്നും രാഹുൽ ഗാന്ധി ഒളിച്ചോടുന്നു എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. കഴിഞ്ഞ കുറേ വിഷയങ്ങൾ പാർലമെന്റിൽ വന്ന ഘട്ടങ്ങളിലൊക്കെയും SIR-നൊക്കെ എതിരെയും വലിയ തരത്തിൽ ശബ്ദം ഉയർത്തിയ ആളാണ് രാഹുൽ ഗാന്ധി. എന്നാൽ അതേ വിഷയങ്ങളൊക്കെ തന്നെയും പാർലമെന്റിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സുപ്രധാന ബില്ല്, തൊഴിലുറപ്പ് പോലെയുള്ള പദ്ധതി അട്ടിമറിക്കുന്ന ഒരു ബില്ല്, അട്ടിമറിച്ചുകൊണ്ടൊരു പുതിയ ബില്ല് അവതരിപ്പിക്കുമ്പോൾ തന്നെ അതിനെ എതിർക്കാൻ രാഹുൽ ഗാന്ധി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. മാത്രമല്ല, ജൂൺ 25 മുതൽ ജൂലൈ 6 വരെ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്രകളുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ജൂൺ 25 മുതൽ ജൂലൈ 6 വരെ അദ്ദേഹം ലണ്ടനിലായിരുന്നു. സെപ്റ്റംബർ 4 മുതൽ 8 വരെ അദ്ദേഹം മലേഷ്യയിലായിരുന്നു. സെപ്റ്റംബറിൽ തന്നെ ബ്രസീലും കൊളംബിയയും അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം തന്നെ ചുരുക്കം ദിവസങ്ങൾ മാത്രമാണ് അദ്ദേഹം ബീഹാറിലേക്ക് പോയത് എന്നുള്ള വിമർശനം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിനെ ഗൗരവത്തോടെ നയിക്കേണ്ട ഒരു നേതാവിന്റെ നിലപാടാണ് നമ്മൾ ഈ കാണുന്നത്. ഷമി.